വെൽക്കം ടു വൺസ് കോച്ചിങ്. അപ്പോൾ നമ്മൾ S4 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് S4 ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് EET 202 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് ഓൾറെഡി നമ്മൾ സെഷൻ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ പാർട്ട് A ആണ് നമ്മളിത് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൊഡ്യൂൾ 3ൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 3ൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് DC മോട്ടറാണ് അല്ലേ. അതായത് DC മോട്ടർ, ദെൻ ബാക്ക് EMF, ജനറേഷൻ ഓഫ് ടോർക്ക് ഇക്വേഷൻ, പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ് ടോർക്ക് ഇക്വേഷൻ, ദെൻ സ്റ്റാർട്ടിംഗ് ഓഫ് DC മോട്ടോഴ്സ്, അതായത് ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ്, DC മോട്ടറിലെ ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ്, അതായത് 3 പോയിൻറ്റ് ആൻഡ് 4 പോയിൻറ്റ് സ്റ്റാർട്ടേഴ്സ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതുകൂടാതെ മൊഡ്യൂൾ 3ൽ നമ്മൾ നോക്കുന്ന സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഫീൽഡ് കൺട്രോൾ, അതുപോലെ തന്നെ ആർമേച്ചർ സൈഡ് കൺട്രോളും. ദെൻ ബ്രേക്കിംഗ് ഓഫ് DC മോട്ടോഴ്സ്, ദെൻ പവർ ഫ്ലോ ഡയഗ്രാം, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ് എഫിഷ്യൻസി, ദെൻ ടെസ്റ്റിംഗ് ഓഫ് DC മോട്ടോഴ്സ്, അതായത് DC മോട്ടോഴ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, സ്വിൻബേൺസ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഹോപ്കിൻസൺസ് ടെസ്റ്റ്, റിട്ടാർഡേഷൻ ടെസ്റ്റ്, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് DC മോട്ടർ. ഇതാണ് മെയിനായിട്ട് നമുക്ക് എവിടെ വരുന്നത്, മൊഡ്യൂൾ 3ൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ സെഷനിൽ ഞാൻ പറഞ്ഞു പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് എയിൽ ഒരു മൊഡ്യൂളിന് നമുക്കറിയാം 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 3ന്ന് വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മൊഡ്യൂൾ 3 ഈസ് വൈ ദ സ്പീഡ് ഓഫ് എ DC ഷണ്ട് മോട്ടർ ഈസ് പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ്. അതായത് ഒരു DC ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് വൈ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എന്താണ് നമ്മൾ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ DC ഷണ്ട് മോട്ടർ പഠിക്കുമ്പോൾ നമ്മളവിടെ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ എന്നല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് ഈ കോൺസ്റ്റൻറ്റ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്സ് കിട്ടും, നമുക്ക് 3 മാർക്സ് കിട്ടും. അപ്പോൾ ഒരു സ്പീഡിൻ്റെ ഒരു ജനറൽ റിലേഷൻഷിപ്പ് നമുക്കറിയാം അല്ലേ. ഹൗ സ്പീഡ് ഈസ് റിലേറ്റഡ് വിത്ത് ബാക്ക് EMF ആൻഡ് ഫ്ലക്സ്. എങ്ങനെയാണ് നമുക്കറിയാം, സ്പീഡ് ഈസ് പ്രപ്പോർഷണൽ ടു back EMF and speed is inversely proportional to 5 ആണ്. സോ n is directly proportional to EB/5 എന്ന് വരും. അപ്പോൾ ബാക്ക് EMFന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ഫ്ലക്സിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഈ ഒരു ബേസിക് റിലേഷൻഷിപ്പ് നമുക്കറിയാലോ. ഏതൊരു പ്രോബ്ലം ചെയ്യണമെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് റിലേഷൻഷിപ്പാണ് n ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു EB/5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഷണ്ട് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഷണ്ട് മെഷീനിലെ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണല്ലോ. എന്തുകൊണ്ടാണ് ഫൈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു DC മോട്ടർ, ഒരു ഷണ്ട് മോട്ടർ നമ്മൾ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ആർമേച്ചർ, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് EMF. ദെൻ നമുക്കറിയാം അതിന് ഷണ്ട് മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഫീൽഡ് വൈൻഡിങ് എന്താണ്, സപ്ലൈക്ക് പാരൽ അല്ലെങ്കിൽ ആർമേച്ചറിന് പാരലായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ. സോ ഇതാണ് നമ്മുടെ സപ്ലൈ ടെർമിനൽ. അവിടെ നമ്മൾ V വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. VL എന്ന് പറയുന്നത് ലെറ്റ് IL ബി ദ ലൈൻ കറണ്ട്, IA എന്ന് പറയുന്നതാണ് ആർമേച്ചർ കറണ്ട്, ISH എന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡ് കറണ്ട്, RA എന്ന് പറയുന്നത് എന്തായിരിക്കും ആർമേച്ചർ റെസിസ്റ്റൻസ്, RSH എന്ന് പറയുന്നത് എന്തായിരിക്കും ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഏതിൻ്റെ, ഒരു ഷണ്ട് മോട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ISH ഷണ്ട് ഫീൽഡ് കറണ്ട് അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, V/RSH ആണ് അല്ലേ. അപ്പോൾ V കോൺസ്റ്റൻ്റ് ആണെങ്കിൽ V/RSHൻ്റെ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ISH എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലോഡ്. അതല്ല മോട്ടറിലെ ലോഡിന് ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡ് കറണ്ട് അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്, നമുക്ക് എന്തറിയാൻ പറ്റും, ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷണ്ട് മെഷീനെ ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻ എന്ന് പറയുന്നത്. ഈവൻ ദോ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് നമുക്കറിയാം ഡീമാഗ്നറ്റൈസേഷൻ വരുന്നു, അതുകൊണ്ട് ചെറിയൊരു ഫ്ലക്സിൽ ചേഞ്ച് വരുന്നുണ്ട്, എങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് ഫൈനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് ഷണ്ട് മോട്ടർ നമ്മൾ കാൽക്കുലേഷനിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ n ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു EB മാത്രം നമ്മൾ എടുത്താൽ മതി, ബിക്കോസ് ഫൈ ഈസ് കോൺസ്റ്റന്റ്. ഇനി നമുക്കറിയാം EB എന്ന് പറയുന്നത് എന്താണ്, V-IARA ഡിവൈഡഡ് V-IARA ആണ് നമ്മുടെ ഏതിൻ്റെ വാല്യൂ, EBയുടെ വാല്യൂ. സോ n ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു V-IARA ആണ്. ഈ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയാലേ വളരെ ചെറുതാണ്, ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ohm ഒക്കെയാണ് ആർമേച്ചർ റെസിസ്റ്റൻസ് വരുന്നുള്ളൂ. സോ നമുക്കറിയാം ലോഡ് ചെയ്യുന്തോറും എന്ത് സംഭവിക്കും, മോട്ടറിനെ ലോഡ് ചെയ്യുന്തോറും അതിലെ ആർമേച്ചർ കറണ്ടിൻ്റെ വാല്യൂ എന്ത് കൂടും, ആർമേച്ചർ കറണ്ടിൻ്റെ വാല്യൂ കൂടും. പക്ഷേ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് ഈ IARA ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, കമ്പയർഡ് ടു V എന്താണ്, വളരെ കുറവായിരിക്കും അല്ലേ. ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ ദ അപ്ലൈഡ് വോൾട്ടേജ് V.
അപ്പോൾ IARA ഡ്രോപ്പ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ V മൈനസ് IARA എന്ന് പറയുന്ന ടേം എന്താണ്, ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈവൻ ദോ ലോഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കറിയാം വെൻ ദ ലോഡ് ഓൺ ദ മെഷീൻ ഇൻക്രീസസ്, ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പം IA കൂടും അല്ലേ. IA കൂടുമ്പോൾ എന്ത് സംഭവിക്കും, IARA ഡ്രോപ്പ് ഒബ്വിയസ്ലി കൂടും. പക്ഷേ IARA ഡ്രോപ്പ് കൂടുന്നെങ്കിലും RAയുടെ വാല്യൂ കുറവായതുകൊണ്ട് ദ ഇൻക്രീസ് ഇൻ IARA എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. സോ V മൈനസ് IARA എന്ന് പറയുന്നത് എന്താണ്, ലോഡ് ചെയ്യുന്തോറും V മൈനസ് IARAയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡ്രോപ്പേ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഇവന്തോ IARA ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ V മൈനസ് IARAയുടെ വാല്യൂ എന്താണെങ്കിൽ IARA ഡ്രോപ്പിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അതായത് V ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 5 to 10% മാത്രമാണ് IARAയിൽ വരുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് സ്പീഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു 5 to 10% ചെറിയൊരു ഡ്രൂപ്പിംഗ് ലൈൻ മാത്രമേ, ഒരു ഡ്രോപ്പ് മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഏതിൻ്റെ സ്പീഡ് ഡ്രോപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഷണ്ട് മെഷീൻ്റെ. അതായത് ഇവിടെ നമ്മൾ Y ആക്സിസിൽ സ്പീഡാണ് എടുത്തിരിക്കുന്നത്, X ആക്സിസിൽ ഞാൻ ആർമേച്ചർ കറണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പം അതായത് ഐഡിയലി നമ്മൾ പറയുന്ന ഇതാണ് നമ്മുടെ നോ ലോഡ് സ്പീഡ് എന്ന് പറയുന്നത്, N0 ആണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലോഡ് ചെയ്യുന്തോറും അതായത് ആർമേച്ചർ കറണ്ടിൻ്റെ വാല്യൂ കൂടുന്തോറും എന്ത് സംഭവിക്കും, IARA ഡ്രോപ്പ്, അതായത് IARA ഡ്രോപ്പിൻ്റെ വാല്യൂ അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. IARA ഡ്രോപ്പിൻ്റെ വാല്യൂ ചെറുതായിട്ട് കൂടും അല്ലേ. IARA ഡ്രോപ്പിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, സ്പീഡിൽ ചെറിയൊരു ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് N ഈസ് പ്രൊപ്പോർഷണൽ ടു V മൈനസ് IAR ആണ്. സോ V മൈനസ് IARA കൂടുമ്പോൾ എന്ത് സംഭവിക്കും, V മൈനസ് IARA എന്ന് പറയുന്ന എൻ്റെ ടേമിൻ്റെ വാല്യൂ കുറയും അല്ലേ. അതനുസരിച്ച് എന്ത് സംഭവിക്കും, സ്പീഡിൽ ചെറിയൊരു ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റും. ആ ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 5 to 10%. അതായത് നോ ലോഡ് സ്പീഡിൻ്റെ ഒരു 5 to 10% ഡ്രോപ്പ് മാത്രമേ ഫുൾ ലോഡ് കണ്ടീഷനിലോട്ട് പോകുമ്പം ഒരു DC ഷണ്ട് മോട്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഒരു ചെറിയ ഡ്രോപ്പേ വരുന്നുള്ളൂ എന്നുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മെഷീൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ചെറിയൊരു ഡ്രോപ്പ്, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ചെറിയൊരു സ്പീഡ് ചേഞ്ച് മാത്രമേ നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡ് കണ്ടീഷനിലോട്ട് പോകുമ്പോൾ, അതായത് ഇത്ര ഒരു ചേഞ്ച് മാത്രമേ അവിടെ സ്പീഡിൽ വരുന്നുള്ളൂ. അപ്പോൾ അത്ര ഒരു ചെറിയ ചേഞ്ചേ വരുന്നുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ എന്തെന്ന് പറയുന്നത്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് സ്പീഡ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ റിലേഷൻ എഴുതുക. ഈ റിലേഷൻ φ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഈ N ഈസ് പ്രൊപ്പോർഷണൽ ടു V മൈനസ് IAR ആണ്. സോ ലോഡ് ചെയ്യുന്നതോറും IARA ഡ്രോപ്പ് കൂടുന്നു. അപ്പോൾ IARA ഡ്രോപ്പ് RAയുടെ വാല്യൂ കുറവായതുകൊണ്ട് IARA വളരെ ചെറുതായിരിക്കും. സോ V മൈനസ് IARA എന്ന് പറയുന്നത് ചെറിയൊരു ഡ്രോപ്പേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു ഫോമിൽ വേണം നിങ്ങൾ എഴുതാൻ. അതായത് ഈ ഫിഗർ വരയ്ക്കുക, അതുപോലെ തന്നെ ഒരു ഈക്വേഷൻ എഴുതുക, അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രാഫും വരച്ചിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടും, നിങ്ങൾക്ക് 3 മാർക്സ് അവിടെ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പാർട്ട് എയിൽ നിന്ന് വന്നിരിക്കുന്നത് മൊഡ്യൂൾ 3 പാർട്ട് എയിൽ വന്നിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ലോസസ് ഇൻ എ DC മോട്ടർ. ഒരു DC മോട്ടറിലെ ഡിഫറെൻറ്റ് ലോസസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന് 3 മാർക്സ് ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ലോസസ് എന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ലോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, മെയിനായിട്ടും ഒരു മെഷീനിലുണ്ടാവുന്ന ലോസസിനെ നമ്മൾ മെയിനായിട്ടും 2 ക്ലാസിഫിക്കേഷനാണ് കൊടുക്കുന്നത് അല്ലേ. അതായത് ഏതൊക്കെയാണ്, കോപ്പർ ലോസും കാണും, അതുപോലെ തന്നെ സ്ട്രേ ലോസ്. ഈ സ്ട്രേ ലോസിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് ലോസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം കോപ്പർ ലോസും കാണും, അതുപോലെ തന്നെ സ്ട്രേ ലോസും കാണും. കോപ്പർ ലോസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം I²R ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് വൈൻഡിങ് വരുന്നുണ്ടോ, നമുക്കറിയാം വൈൻഡിങ്ങിന് ഒരു റെസിസ്റ്റൻസ് കാണും അല്ലേ. അവിടെയൊക്കെ എന്ത് സംഭവിക്കും, അവിടെ ഒരു I²R ലോസ് നമുക്ക് കാണാൻ പറ്റും. സോ എവിടെയൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത്, നമുക്കറിയാം ആർമേച്ചറിൻ്റെ സപ്പോസ് ആർമേച്ചർ റെസിസ്റ്റൻസ് RA ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് I²RA എന്ന് പറയുന്ന ഒരു കോപ്പർ ലോസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ആർമേച്ചർ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അതായിരിക്കും കോപ്പർ ലോസിൽ ഏറ്റവും വലുത്. കാരണം IAയുടെ വാല്യൂ ആയിരിക്കും വളരെ ഹൈ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു 30 to 40% ഓഫ് ലോസ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ആർമേച്ചർ കോപ്പർ ലോസ് ആയിരിക്കും. ദെൻ പിന്നെ എവിടെയാണ് നമുക്ക് വൈൻഡിങ് ഉള്ളത്, ഫീൽഡ് സിസ്റ്റത്തിലാണ് നമുക്ക് വൈൻഡിങ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഫീൽഡ് കോപ്പർ ലോസ് കാണും അല്ലേ. ഫീൽഡ് എന്ന് പറയുമ്പം ഷണ്ട് മെഷീനിലാണെങ്കിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആയിരിക്കുള്ളത്, സീരീസ് മെഷീനിലാണെങ്കിൽ സീരീസ് ഫീൽഡ് വൈൻഡിങ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ കോമ്പൗണ്ട് മെഷീൻ ആണെങ്കിൽ നമുക്ക് ബോത്ത് സീരീസ് ആൻഡ് ഷണ്ട് ഫീൽഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 ഫീൽഡിനെയും ലോസ് നമ്മൾ ഏതിലാണ്, ഫീൽഡ് കോപ്പർ ലോസിൽ വരും. അപ്പോൾ എന്താണ്, സപ്പോസ് ഒരു ഷണ്ട് മെഷീൻ ആണെങ്കിൽ ISH² ഇൻറ്റു RS, അല്ലെങ്കിൽ സീരീസ് മെഷീൻ ആണെങ്കിൽ ISC² × RSC. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഏത് വരുന്നത്, ഫീൽഡ് കോപ്പർ ലോസ് വരുന്നത്. ഫീൽഡ് കോപ്പർ ലോസ് ഒരു 20 to 30% ഫുൾ ലോഡ് ലോസിൻ്റെ 20 to 30% ഏത് ലോസ് ആയിട്ടായിരിക്കും വരുന്നത്, ഫീൽഡ് കോപ്പർ ലോസ് ആയിരിക്കും വരുന്നത്.
ഇനി മെയിനായിട്ടും വരുന്ന വേറൊരു ലോസ് ആണ് ആർമേച്ചർ കോണ്ടാക്ട് റെസിസ്റ്റൻസ് അല്ലേ, അതായത് ബ്രഷ് കോണ്ടാക്ട് റെസിസ്റ്റൻസ്. നമ്മുടെ ബ്രഷും കമ്മ്യൂട്ടേറ്ററും ടച്ച് ചെയ്യുന്നിടത്ത് ആ കോണ്ടാക്ട് വഴി അവിടെ ഒരു റെസിസ്റ്റൻസ് കാണും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ആ കോണ്ടാക്ട് റെസിസ്റ്റൻസ് കൊണ്ട് അവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ബ്രഷ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ലോസ് എന്ന് നമ്മൾ പറയുന്നത്. അത് നോർമലി ഒരു 1 to 2 വോൾട്ട് ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ ഏത് വരുന്നത്, ഈ ഒരു ബ്രഷ് ഡ്രോപ്പ് വരുന്നത് 1 to 2 വോൾട്ട് ആയിരിക്കും. സോ അതുകൊണ്ടൊരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു ലോസ് അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ബ്രഷ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ലോസ് വരും. അപ്പോൾ ഇത്തരം ലോസ് ആണ് മെയിൻ ആയിട്ടും കോപ്പർ ലോസിൽ വരുന്നത്. ഇനി ഇതെല്ലാം നമ്മളിപ്പം കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്റർപോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് ഫീൽഡ് കാണാം അല്ലെങ്കിൽ വൈൻഡിങ്സ് കാണാൻ പറ്റൂ അല്ലേ. അപ്പം കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൽ I² R × R കോമ്പൻസേഷൻ, അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് R കോമ്പൻസേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് I² R ലോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റർപോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർപോളിൽ നമുക്കൊരു വൈൻഡിങ് കാണും അല്ലേ. അപ്പോൾ അവിടെയും ഇത് കൂടാതെ എന്ത് സംഭവിക്കും, നമ്മൾ കോപ്പർ ലോസ് ഉണ്ടാകുന്നുണ്ട് ഇൻ കേസ് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ കാണിക്കേണ്ടത് ആർമേച്ചർ കോപ്പർ ലോസും ഫീൽഡ് കോപ്പർ ലോസും അതുപോലെ തന്നെ ബ്രഷ് കോണ്ടാക്ട് ലോസുമാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇതാണ് കോപ്പർ ലോസിൽ മെയിനായിട്ടും വരുന്നത്. പിന്നെ ഏതാണ്, പിന്നെ നമുക്ക് വരുന്നത് സ്ട്രേ ലോസ് ആണ് അല്ലേ. സ്ട്രേ ലോസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, മെയിനായിട്ടും അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസിനെയും അതുപോലെ തന്നെ മെക്കാനിക്കൽ ലോസിനെയും ഇതിനെ ക്ലബ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഇത് സ്ട്രേ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രേ ലോസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്, അതായത് മെയിനായിട്ട് മെക്കാനിക്കൽ ലോസും അതുപോലെ തന്നെ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ്, ഇത് രണ്ടും കൂടെയും ചേർന്നതാണ് നമ്മുടെ സ്ട്രേ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ ലോസിൽ ഏതൊക്കെയാണ് വരുന്നത്, മെക്കാനിക്കൽ ലോസിൽ മെയിനായിട്ടും വരുന്നത് ഫ്രിക്ഷൻ ലോസ് അല്ലേ, അതായത് നമ്മുടെ ബിയറിങ്സിലൊക്കെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ലോസും അതുപോലെ തന്നെ വിൻഡേജ് ലോസും. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുകയാണ് അല്ലേ, അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേറ്റിംഗ് പാർട്ടിൽ ഉണ്ടാവുന്ന എയർ കൊണ്ട് ഉണ്ടാവുന്ന ആ വിൻഡേജ് ലോസുമാണ് മെയിനായിട്ടും എവിടെ വരുന്നത്, നമ്മുടെ മെക്കാനിക്കൽ ലോസിൽ വരുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ലോസ് ടോട്ടൽ ലോസിൻ്റെ ഒരു 10 to 20% ആയിരിക്കും അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രേ ലോസിൽ വരുന്ന അടുത്തതാണ് നമ്മുടെ അയൺ അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അയൺ ലോസ് എവിടെയാണ് ഉണ്ടാവുന്നത്, ആർമേച്ചർ കോറിലാണ് ഉണ്ടാവുന്നത് അല്ലേ, അതുകൊണ്ടാണ് നമ്മളതിനെ കോർ ലോസ് എന്ന് പറയുന്നത്. അപ്പം ഈ അയൺ ലോസ് എന്ന് പറയുന്നത് 20 to 30% ഓഫ് ലോസ് ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത് അയൺ ലോസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മാഗ്നറ്റിക് ലോസ് എന്നും പറയും. അപ്പോൾ ഫുൾ അതായത് നമ്മൾ ഫുൾ ലോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 20 to 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതായിരിക്കും, അയൺ ലോസ് ആയിരിക്കും. അയൺ ലോസിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, ഹിസ്റ്ററിസിസ് ലോസും അതുപോലെ തന്നെ എഡി കറന്റ് ലോസും. അപ്പോൾ എന്താണ് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളിവിടെ DC മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്ററിൽ വരുന്നത് ഫീൽഡ് ആണ് അല്ലേ, അതായത് ഓൾട്ടർനേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ നമുക്ക് എവിടെ കാണാൻ പറ്റും, നമുക്ക് സ്റ്റേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പോളിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മുടെ ഏത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആർമേച്ചർ കോർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ആർമേച്ചർ കോർ ഓൾട്ടർനേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോളിന് അണ്ടറിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ മാഗ്നറ്റൈസേഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുകയാണ് അല്ലേ. അതായത് ഒരു പെയർ ഓഫ് പോൾ, ഒരു നോർത്ത് പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സൗത്ത് പോൾ, ഒരു പെയർ ഓഫ് പോൾ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററിസിസ് ലൂപ്പാണ് അത് കവർ ചെയ്യുന്നത് അല്ലേ. അതായത് നോർത്ത് ആൻഡ് സൗത്ത് പോളിന് അണ്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പം അതിന് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ മാഗ്നറ്റൈസേഷൻ കണ്ടിന്യൂസ്ലി റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ BH കർവ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ പെയർ ഓഫ് പോളിക്കൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ മാഗ്നറ്റൈസേഷൻ എന്ത് സംഭവിക്കും, ചേഞ്ച് ചെയ്യുന്നു അല്ലേ. സോ മാഗ്നറ്റൈസേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതൊരു ഏരിയ ട്രേസ് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഈ ലൂപ്പിൻ്റെ ഏരിയയാണ് നമ്മുടെ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസിൻ്റെ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് ഈറ്റ എന്ന് പറയുന്നത് സ്റ്റീൻമെറ്റ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്റ്റീൻമെറ്റ്സ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹിസ്റ്ററിസിസ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈറ്റ ഇൻറ്റു ബി മാക്സിമം, ബി എന്ന് വെച്ചാൽ ഫ്ലെക്സ് ഡെൻസിറ്റി ആണല്ലേ, മാക്സിമം വാല്യൂ ഓഫ് ഫ്ലെക്സ് ഡെൻസിറ്റി ആണ് നമ്മൾ ബി മാക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈറ്റ ഇൻറ്റു ബി മാക്സിമം റേസ് ടു 1.6 ഇൻറ്റു എഫ് ഇൻറ്റു വി, വേർ വി ഇസ് ദ വോളിയം ഓഫ് കോർ ആൻഡ് എഫ് ഈസ് ദ ഫ്രീക്വൻസി. അപ്പം ഈറ്റ ഇൻറ്റു ബി മാക്സിമം റേസ് ടു 1.6 ഇൻറ്റു എഫ് ഇൻറ്റു വി, ദാറ്റ് മച്ച് വാട്ട്സ് ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് മാഗ്നറ്റൈസേഷൻ്റെ റിവേഴ്സൽ കൊണ്ട് നടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഹിസ്റ്ററിസിസ് ലോസ് നടക്കുന്നത്. ഇനി അടുത്ത ഒരു അയൺ ലോസിലെ അടുത്ത പാർട്ടാണ് എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കോറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ എന്താണ്, അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അയൺ കണ്ടിന്യൂസ്ലി നമ്മുടെ നോർത്ത് ആൻഡ് സൗത്ത് പോളിന് അണ്ടറിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ അത് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മുടെ ആർമേച്ചർ കോറിൽ ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സോളിഡ് പീസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആർമേച്ചർ കോർ ഒരു സോളിഡ് അയൺ പീസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഇൻഡ്യൂസ്ഡ് EMF കൊണ്ട് അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. നമുക്കറിയാം ഒരു സോളിഡ് പീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ കൂടുതലായിരിക്കും അല്ലേ. ഏരിയ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലേ. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, കൂടുതൽ കറണ്ട് നമ്മുടെ ആർമേച്ചർ കോറിലൂടെ ഫ്ലോ ചെയ്യും. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന എഡി കറന്റ് ലോസിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കും, വളരെ കൂടുതലായിരിക്കും.
അതായത് അപ്പോൾ നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്, ലാമിനേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി സി മെഷീൻ പഠിക്കുമ്പം എഡ്ഡി കറന്റ് ലോസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർമേച്ചർ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ലാമിനേഷൻസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ പീസസ് അതിനെ സ്റ്റാക്ക് ചെയ്ത് റിവർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആർമേച്ചർ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നേരം എന്ത് സംഭവിക്കും, എഡ്ഡി കറണ്ടിനുള്ള അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനെ ലാമിനേഷൻസ് ആകുമ്പം ഏരിയ കുറയും. ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, എഡ്ഡി കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ഒപ്പോസിഷൻ കൂടുകയാണ് അല്ലേ. അന്നേരം എന്ത് സംഭവിക്കും, എഡ്ഡി കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞ് അങ്ങനെ എഡ്ഡി കറണ്ട് ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലാമിനേഷൻസ് ഉണ്ടാക്കി അതിന് ഉള്ളിൽ നമ്മളൊരു തിൻ കോട്ട് ഓഫ് വാർണിഷ് കൊണ്ട് നമ്മൾ ഓരോ ഈ ലാമിനേഷൻ നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിരിക്കും. ഓരോരോ ലാമിനേഷൻസ് തമ്മിൽ നമുക്കൊരു ഇൻസുലേഷൻ കോട്ടിംഗ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ നമ്മൾ എന്താണ് എഡ്ഡി കറണ്ട് ലോസ് നമ്മൾ ഈ ലാമിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഡ്ഡി കറണ്ട് ലോസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസിൻ്റെ എക്സ്പ്രഷൻ നോക്കിയേ, പി എഡ്ഡി കറണ്ട് ലോസ് ആണ് പി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പി ഈസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു ബി സ്ക്വയർ എഫ് സ്ക്വയർ ടി സ്ക്വയർ വി. ഇവിടെ ബി മാക്സിമം എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണ്, ടി എന്ന് പറയുന്ന തിക്നെസ് ഓഫ് ലാമിനേഷൻ ആണ് അല്ലേ. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസ് ഈസ് പ്രപ്പോർഷണൽ ടു തിക്നെസ് ഓഫ് ലാമിനേഷനിൽ. അപ്പോൾ എത്ര തിക്നെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ, അപ്പോൾ തിക്നെസ് കുറയ്ക്കും തോറും എഡ്ഡി കറണ്ട് ലോസ് കുറയൂല. അപ്പോൾ നമ്മൾ തിൻ ലാമിനേഷൻസ് കൊണ്ടായിരിക്കും നമ്മൾ ഏതുണ്ടാക്കിയിരിക്കുന്നത്, ആർമേച്ചർ കോർ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ വി എന്ന് പറയുന്നത് വോളിയം ഓഫ് കോർ ആയിരിക്കും. സോ എഡ്ഡി കറണ്ട് ലോസിൻ്റെ എക്സ്പ്രഷൻ കെ ഇ ഇൻറ്റു ബി സ്ക്വയർ എഫ് സ്ക്വയർ ടി സ്ക്വയർ വി സ്ക്വയർ, ദാറ്റ് മച്ച് വാട്ട്സ് ആയിരിക്കും എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ഒരു ഡി സി മെഷീനിലെ ലോസസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെ എഴുതണം, കോപ്പർ ലോസ് ഏതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ജസ്റ്റ് ഐ സ്ക്വയർ ആർ ലോസിനെയാണ് നമ്മൾ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ്, ആർമേച്ചർ കോപ്പർ ലോസ് ഉണ്ടാവും, ഫീൽഡ് കോപ്പർ ലോസ് ഉണ്ടാവും, ബ്രഷ് കോൺടാക്ട് ലോസും ഉണ്ടാവും. അതുപോലെ തന്നെ സ്ട്രേ ലോസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ ലോസും അയൺ ലോസിനെയും ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രേ ലോസ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ലോസിൽ ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് വരും. അതുപോലെ തന്നെ അയൺ അല്ലെങ്കിൽ കോർ ലോസിൽ ഹിസ്റ്ററിസിസ് ലോസും അതും എഡ്ഡി കറണ്ട് ലോസും വരും. അതിൻ്റെ ജസ്റ്റ് ഒരു ആ ഒരു നമ്മൾ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടും, 3 മാർക്സ് കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 3 പാർട്ട് എയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മൊഡ്യൂൾ 3 പാർട്ട് ബിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.